ടിക്കറ്റ് ഫിനാലയിൽ എന്തോ ഒരു പെരിയ ട്വിസ്റ്റ് ഉണ്ടെന്നാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. പക്ഷേ ട്വിസ്റ്റ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ആരായിരിക്കും വിന്നർ? റയാൻ തന്നെ ആയിരിക്കും ടിക്കറ്റ് ഫിനാലയിലെ വിന്നർ. ഇന്നലെ ഞാൻ താഴെ കുറേ കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. റയാൻ എന്ത് ചെയ്തു, മുത്തുവിന് എന്തിനിങ്ങനെ കുറ്റം പറയുന്നു, അരുണാണോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ എൻ്റെ ഡേ 1 മുതൽ ഇപ്പം ഡേ ഇതാ ഇന്ന് 89ാമത്തെ ദിവസമാണ്. ഈ 89 ദിവസത്തിലെ എടുത്ത് നോക്കും, പലതും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ അവിടെ എടുത്തു പറയുന്നത്. റയാൻ്റെ ടിക്കറ്റ് ഫിനാലയിൽ ആ പറയുന്ന സാധനങ്ങളെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. റയാൻ ഗെയിം കളിക്കുന്നതായാലും ടാസ്ക് പ്ലേ ചെയ്യുന്നതായാലും എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ റയാൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റ് ടോപ്പ് 6 വരുമ്പോൾ അത് ഒട്ടും ഡിസേർവിങ് അല്ല. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ടിക്കറ്റ് ഫിനാലെ റയാന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരാളുടെ അവസരം നഷ്ടപ്പെടുന്ന സാധനമായിരിക്കും. ടോപ്പ് 6 വരാൻ കഴിവുള്ള ഒരാളുടെ അവസരം നഷ്ടപ്പെടുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ റയാന് അല്ല പറഞ്ഞത്. ടിക്കറ്റ് ഫിനാലെ കളിച്ച് നേടുന്നത് കഴിവ് തന്നെയാണ്. പക്ഷെ അത് കളിച്ച് നേടുമ്പോഴത്തേക്ക് ഒരാളുടെ ചാൻസ് പോകും. അത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ചില സമയത്ത് ഡിസർവിങ് ആയിട്ടുള്ള ആൾക്ക് തന്നെ കിട്ടും, ഇത് ഡിസർവിങ് അല്ലാത്ത ആൾക്ക് കിട്ടും. പക്ഷെ നമുക്കത് പറയാൻ പറ്റത്തില്ല, കാരണം അവർ കളിച്ച് നേടുന്ന സാധനമാണ്. പിന്നെ നമ്മുടെ ടിക്കറ്റ് ഫിനാലയിൽ തന്നെ ഇപ്പോൾ റയാനെതിരെയാണ് വീട്ടുകാർ ഫുള്ള് തിരിഞ്ഞിരിക്കുന്നത്. റയാനും ഈ പറഞ്ഞ പോലെ എന്തോ ഒരു നല്ല സപ്പോർട്ടൊക്കെ റയാന് വരുന്നുണ്ട്. പക്ഷേ റയാനും ഒരു നെഗറ്റീവ് ഷെയ്ഡ് അടിക്കുന്നുണ്ട്. റാണവ് എന്താണ് അതിനകത്ത് കാണിക്കുന്നതെന്ന് റാണവിന് തന്നെ അറിയത്തില്ല. കുറേ ഈഗോയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ടിക്കറ്റ് ഫിനാലയിലെ 10ാമത്തെ ടാസ്ക് ആയിരുന്നു. ഇന്നലെ നടന്നിട്ടുള്ള 9ാമത്തെ ടാസ്കിൻ്റെ റിസൾട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏതാണ്? പാട്ടയും ചുമന്നുകൊണ്ട് നടക്കുമല്ലോ, ഡ്രമ്മിൻ്റെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവസാനം വഴക്കായി അടിയായി പാതി വഴിയിൽ നിർത്തി വെച്ചതാണ് ആ ടാസ്ക്. അതിന് BB പ്ലസ്സിൽ വല്ലതും ഉണ്ടായിരുന്നോ? അതോ അതിൻ്റെ റിസൾട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി എന്താ, ആ ടാസ്കേ എന്തായെന്ന് എനിക്കൊരു പിടിയുമില്ല. അതിൻ്റെ പോയിന്റുകളെ പറഞ്ഞിട്ടില്ല. 10 ടാസ്ക് ഇന്ന് കഴിയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇന്ന് 10ാമത്തെ ടാസ്ക് ഇൻഡിവിജ്വൽ ടാസ്ക് ആയിരുന്നു കേട്ടോ, അത് കൊള്ളായിരുന്നു. 10ാമത്തെ ലാസ്റ്റ് ടാസ്ക് അടിപൊളിയായിരുന്നു. റാണവിനെ കുറിച്ചാണ് ഇപ്പോൾ വീട്ടിലെ മെയിൻ സംസാരം. മുത്തുവിൻ്റെ അടുത്ത് എനിക്ക് എന്തോ ദേഷ്യം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. മുത്തുവിനെ എന്തോരം വീഡിയോസ് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് ചെയ്തിട്ടുണ്ടെന്ന് നോക്ക്. ഈ പറയുന്ന കഴിഞ്ഞ ഒരു 85-86 ദിവസം വരെ ഞാൻ മുത്തുവിനെ നല്ലതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം 2-3 ദിവസം കൊണ്ട് മുത്തുവിൻ്റെ വാ കാരണമാണ് മുത്തു താഴോട്ട് പോകുന്നത്. മുത്തുവിൻ്റെ വാ കാരണം ഇത്രയും നാളാ ഏത് വാ വെച്ചാണോ മുത്തു കയറി വന്നുകൊണ്ടിരുന്നത്, മുത്തു താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കയറി വരണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ ടോപ്പ് 5 ഭയങ്കരമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് നടക്കും. കാരണം നാളെയൊക്കെ നല്ലൊരു അൺഫെയർ എവിക്ഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അത് ഉറപ്പാണ്. കാരണം വോട്ടുകൾ പല രീതിയിലോട്ട് മറിഞ്ഞിട്ടുണ്ട്. മഞ്ചരിയൊക്കെ ലാസ്റ്റ് വന്ന് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു. മഞ്ചരിയൊക്കെ ഒരു ടോപ്പ് 6 വരാനുള്ള ആൾക്കാരാണ്. നിങ്ങൾ തന്നെ പറ, ഈ സീസണിൽ ഇപ്പോൾ 10 പേരുണ്ട്. ഇതിനകത്ത് എൻ്റെ മനസ്സിലൊരു ടോപ്പ് 5 ഞാൻ പറഞ്ഞുതരാം. ടോപ്പ് 5 മുത്തു, ഞാൻ ഓർഡർ പറയുന്നില്ല. ടോപ്പ് 5 വരാൻ അർഹതയുള്ള കണ്ടസ്റ്റൻസ്: മുത്തു, ജാക്ലിൻ, സൗന്ദര്യ, ദീപക്, പിന്നെ മഞ്ചരി. ടോപ്പ് 6 ആണെങ്കിൽ ഞാൻ അരുണിൻ്റെ പേരൂടെ പറയും. ബാക്കി അതിനുശേഷമേ താഴേക്ക് വരത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. റയാന് ടിക്കറ്റ് ഫിനാലിൽ കിട്ടിക്കഴിഞ്ഞാൽ റയാൻ ഈസ് ഡയറക്റ്റ്ലി ടോപ്പ് 6 ആവും. അപ്പം ഈ 6 പേര്, ഈ പറയുന്ന ഡിസർവിങ് ആയിട്ടുള്ള ഗെയിം കളിക്കുന്ന 6 പേര് എന്ത് ചെയ്യും? അവിടെ നിന്നും 6 പേരിൽ ഒരാളുടെ ചാൻസ് പോകും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നാളത്തെ എവിക്ഷൻ അതൊരു സൂപ്പർ ട്വിസ്റ്റ് തന്നെയായിരിക്കും. നമുക്ക് കണ്ടു തന്നെ അറിയാം. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 89 ജനുവരി 3-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നാളെ റിവ്യൂ വരില്ല. കാരണം കുറച്ച് ലേറ്റ് ആവും. കാരണം നാളെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിലെ സിജോ ബ്രോയുടെ കല്യാണമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് ഞാൻ മറ്റന്നാളെ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് വരത്തുള്ളൂ. ഞാനിപ്പോൾ റിവ്യൂ കഴിഞ്ഞ് ഒരു മണിക്കൂർ കിടക്കും, ദെൻ ഇവിടെ നിന്ന് കിടക്കും ആലപ്പുഴയ്ക്ക്. അപ്പോൾ റിവ്യൂ തുടങ്ങാം. രാവിലെ 8:15 തന്നെ സൗന്ദര്യം റയാനും കൂടി സംസാരിക്കുകയാണ്. റയാൻ പറയാണ്, ജാക്ലിൻ ആദ്യത്തെ ആഴ്ച അവരോട്, പിന്നത്തെ ആഴ്ച ഇവരോട്, പിന്നെ ഇപ്പം അവരോട്, ഇപ്പം മഞ്ചരിയുടെ കൂടെയാണ് ക്ലോസ് ആയിട്ട്. എന്താണ് ജാക്ലിൻ ഇവിടെ കാണിക്കുന്നത്? മുത്തും ജാക്ലിനായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പായിട്ട് മാറിയിരിക്കുകയാണ്. മെയിൻലി റയാൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ആരോ ഒരു നല്ല കമൻറ്റ് ഒരാൾ ചെയ്തിരുന്നതാണ് ഞാൻ കണ്ടായിരുന്നു. റയാൻ്റെ പ്രശ്നം എന്താണ്? ടിക്കറ്റ് ഫിനാലെ എൻ്റെ കയ്യിൽ നിന്ന് പോവരുത്, പോയിന്റുകൾ വേറെ ആർക്കും കിട്ടരുത് എന്നുള്ളതാണ് റയാൻ്റെ പ്രശ്നം. മുത്തുവിൻ്റെ പ്രശ്നം പോയിന്റുകൾ എനിക്ക് കിട്ടുന്നില്ല, ബാക്കിയുള്ളവർക്ക് പോയിന്റ് കിട്ടുന്നു. അതാണ് ഇവരുടെ, അത് കറക്റ്റ് കാര്യമാണ്. അത് ഞാൻ ചില കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റത്തില്ല. ആ കമൻറ്റ് ഞാൻ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. അപ്പം റയാന് ടിക്കറ്റ് ഫിനാലെ കയ്യിൽ നിന്ന് പോകും നല്ലപോലെ അറിയാം. കാരണം വീട്ടുകാരെല്ലാവരും കൂടി എടുത്തിട്ട് റയാനെ ഒറ്റപ്പെടുത്തി കളിക്കും. അപ്പോൾ അതുകൊണ്ടാണ് റയാൻ നേരത്തെ കൂട്ടി എന്ത് ചെയ്തത്, സൗന്ദര്യം എടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ജാക്ലിൻ അവിടെ നിൽക്കുക. കാരണം റയാന് നല്ല വൃത്തിയായിട്ട് അറിയാം റയാനെതിരെ ഒരു വമ്പൻ ടീമുണ്ടെന്നുള്ള കാര്യം.
കാരണം വേറെ ഒന്നുമല്ല, മുത്തു, ജാക്ലിൻ, മഞ്ചരി, ദീപക് ഇവരൊക്കെ റയാനെതിരാണ്. അത് ഇവർക്ക് നല്ലതുപോലെ റയാൻ നല്ലതുപോലെ അറിയാം. ആ കാര്യമാണ് റയാൻ സൗന്ദര്യം എടുത്ത് പറയുന്നത്. ഇതേ സമയം ജാക്ലിൻ, മുത്തു, അരുൺ അവർ പറയുകയാണ്, ജാക്ലിൻ പറയണ അരുണും റാണവുമായിട്ട് ഇവിടെ ഒരുമിച്ച് കളിച്ചു ടിക്കറ്റ് ഫിനാലയിൽ. ഇപ്പം 2 പേര് ചേർന്ന് കളിച്ചു എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. മുത്തു പറഞ്ഞു, പക്ഷേ അങ്ങനെ പറയുന്നുണ്ടെന്ന് ഒരു പ്രോബ്ലം ഇല്ല, പക്ഷേ ഇതിങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ചോദിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നാണ് എനിക്ക് അറിയാനുള്ളത് എന്ന് മുത്തു ചോദിക്കുന്നു. ഇതേ സമയം സൗന്ദര്യ റയാനും അപ്പുറത്ത്, ജാക്ലിൻ, മുത്തു, അരുൺ ഇപ്പുറത്ത്, അപ്പുറം ഇപ്പുറം സംസാരിക്കുകയാണ്. സൗന്ദര്യ റയാൻ പറയാണ്, ഓരോരുത്തരെ പിടിച്ചിരുത്തി സംസാരിക്കുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു, പവിത്രയെ പിടിച്ചിരുത്തി സംസാരിക്കുന്നു, മഞ്ജരിയെ പിടിച്ചിരുത്തി സംസാരിക്കുന്നു, അവരുടെ ടീം അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ജാക്ലിൻ പറയാണ് ഇതേസമയം മുത്തുവിൻ്റെ അടുത്ത്, ഓരോരുത്തരോടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു നടക്കുകയാണ് ഇവിടെ റയാൻ. റയാൻ ഓരോരുത്തരുടെ അടുത്തും ഞാനത് ചെയ്തില്ലല്ലോ, ഞാനത് പറഞ്ഞില്ലല്ലോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ റയാൻ ഏൽക്കത്തുമില്ല. അപ്പോൾ റയാൻ ഇതേസമയം പവിത്രയുടെ അടുത്തും സൗന്ദര്യ അടുത്തുള്ള പറയാണ്, ജാക്ലിനും മഞ്ജരിയും ഇവിടെ നിന്നും ഇവിടെയല്ല ഇന്നലെ വരെ നമുക്ക് സപ്പോർട്ട് ചെയ്താണ്, ഇപ്പം കണ്ടോ മറകണ്ടം ചാടിയത്. അരുൺ ഇതേസമയം ജാക്ലിനെ പറഞ്ഞ, പവിത്ര ആര് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ലിസണറായിട്ട് കേട്ടുകൊണ്ടിരിക്കും, കാരണം അവൾക്ക് എല്ലാ കോണ്ടന്റിലും വരണം. അപ്പോൾ കോണ്ടന്റുള്ള സാധനങ്ങൾ അവളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തു പോകും, അത് അവൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നീട് ഫോൺ വീണ്ടും കൊണ്ടുവരികയാണ്. ടിക്കറ്റ് ഫിനാലയുടെ 6ാമത്തെ ടാസ്ക്. എൻ്റെ പൊന്നെ, എനിക്ക് ഇതൊക്കെയാണ് കലി വരുന്നത്. ഒരു ടിക്കറ്റ് ഫിനാലെ ഒരു ടാസ്ക് കഴിഞ്ഞ് അടുത്ത് വരുന്നതാണ്. ഇത് 6ാമത്തെ ടാസ്ക്. വീണ്ടും ഇന്ന് 9 ടാസ്ക് കഴിഞ്ഞിട്ട് വീണ്ടും 6ന്റെ ബാക്കി. ഫോൺ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് ബെല്ലാണ് ഇനി വരാൻ പോകുന്നതെന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പം മഞ്ജരി, ഈ മന്ദബുദ്ധി മഞ്ജരി കാണിക്കുന്ന വേലയാണ് എനിക്ക് പിടികിട്ടാത്തത്. റയാൻ എടുക്കണം കേട്ടോ, റയാൻ കോൾ എടുക്കണം, എനിക്ക് ടാസ്ക് തരണം. പക്ഷേ വേണമെങ്കിൽ റയാൻ കോൾ പോയി എടുക്കുകയും ചെയ്യാം, ഈ മഞ്ജരിക്ക് ടാസ്ക് കൊടുക്കാതെ ഇരിക്കാം. ഇതേ സമയത്ത് ജാക്കലിനെ മുത്തോട് സംസാരിക്കുകയാണ്. മണ്ടത്തരം, മഞ്ജരി വീണ്ടും മണ്ടത്തരം കാണിക്കാൻ പോവുകയാണ്. പക്ഷെ അവർ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. കാണിക്കട്ടെ, മുത്തു പറഞ്ഞ കാണിക്കട്ടെ, എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ആവട്ടെ. ഇന്നലെ മണ്ടത്തരം കാണിച്ചു, ഇന്നും അത് ചെയ്യാൻ കാണിച്ചു. കാരണം ഇന്നലെ മഞ്ജരി ഫോൺ കോൾ എടുത്തിട്ട് റയാന് ടാസ്ക് കൊടുത്തു. ഇന്ന് റയാൻ എടുത്തിട്ട് മഞ്ജരിക്ക് കൊടുക്കണം എന്നാണ് മഞ്ജരി പറയുന്നത്. റയാൻ എടുത്തിട്ട് വേറെ ആർക്കെങ്കിലും കൊടുത്താലോ, അഥവാ മഞ്ജരിക്ക് കൊടുത്തിട്ട് നിനക്കൊന്നും എനിക്ക് 2 പോയിന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജരിക്ക് എതിര് പറയാൻ പറ്റത്തില്ല. മഞ്ജരിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, മഞ്ജരി തന്നെ എന്ത് ചെയ്യണം, ഈ കോൾ എടുത്തിട്ട് ഇത് ജാക്കലിൽ പോയിന്റ്സ് ഇല്ലാത്ത ആർക്കെങ്കിലും ഈ സാധനം കൊടുക്കണം, എന്നിട്ട് നിനക്കൊരു പോയിന്റ് എനിക്ക് 2 പോയിന്റ് ഇതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് നടക്കും. മഞ്ജരി കോൾ എടുത്തിട്ട് ഇത് ജാക്കലിനോ അല്ലെങ്കിൽ അരുണിനോ പവിത്രയ്ക്കോ ഒക്കെ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ 1 പോയിന്റിന് ചെയ്തു കൊടുക്കും. ബുദ്ധിയില്ലാത്ത മഞ്ജരി ഇന്നും കുറെ പൊട്ടത്തരം കാണിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആര് കോൾ എടുക്കുന്നു, അരുണിൻ്റെ അടുത്ത സമയം നിങ്ങൾ കോൾ എടുക്കും, ഞാൻ ടാസ്ക് ചെയ്യും, എന്ത് ടാസ്ക് ആയാലും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ജാക്കലിന് നേരത്തെ കൂടി തന്നെ പറയുന്നു. അങ്ങനെ ഫോൺ ബെല്ലടിക്കുമ്പോഴത്തേക്കും അരുണും റയാനും അറ്റ് ദ സെയിം ടൈമിലാണ് തൊടുന്നത്. പക്ഷെ അരുൺ ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുന്നു. ഹായ് ബിഗ് ബോസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബിഗ് ബോസ് തിരിച്ച് സംസാരിക്കണം. അപ്പോൾ ഇത് ഫെയർ അല്ല, അൺഫെയർ ആണെന്നൊക്കെ നമ്മുടെ റയാൻ പറയുന്നുണ്ട്. ഞാനാണ് ആദ്യം തൊട്ടത്, ഫോൺ എടുത്ത അയാളായിരിക്കും, പക്ഷെ ഞാനാണ് ആദ്യം തൊട്ടതെന്നൊക്കെ പറഞ്ഞൊരു വഴക്കം നടക്കുന്നുണ്ട്. ടാസ്ക് വേറെ ഒന്നുമല്ല, 2 ബേസിൻ ഉണ്ടാവും. ആ 2 ബേസിനിൽ ഒരു ബേസിനിൽ റെഡ് ബോൾസും ഒരു ബേസിനിൽ ഗ്രീൻ ബോൾസും ആയിരിക്കും. അറ്റ് എ സെയിം ടൈം ഈ റെഡ് ഫുള്ളും ഗ്രീനിൽ ഇടണം, ഗ്രീൻ ഫുള്ള് റെഡിൽ ഇടണം. അതെങ്ങനെയാണ് ഇടാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയമായിരിക്കണം. ഒരു റെഡ് എടുക്കുക, ഒരു ഗ്രീൻ എടുക്കുക, ഇങ്ങനെ വേണം ഇടാം. അപ്പോൾ ഇവിടുത്തെ ബോൾസ് മൊത്തം അപ്പുറത്തും, അപ്പുറത്തെ ബോൾസ് മൊത്തം ഇപ്പുറത്തും വരണം എന്ന് വയ്ക്കുമ്പോൾ ഓക്കെ, സിമ്പിൾ ടാസ്ക് അല്ലേ. എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടോ, ആര് ഈ ടാസ്ക് ചെയ്യുമായിരുന്നു, അത് ജാക്കലിൽ തന്നെ ചെയ്തോളും. 50 ബോൾസാണ് ഓരോന്നിലും ഉള്ളത്, 50 ഗ്രീനും 50 റെഡും ആണ് ഉള്ളത്. പിന്നെ ഒരേ സമയത്താണ് മാറ്റാനുള്ളത്. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ, അല്ലാതെ ഒരു റെഡ് ഒരു വൈറ്റ് അങ്ങനെയല്ല, ഒരേ സമയത്ത് വേണം എടുത്ത് മാറ്റാൻ വേണ്ടി. 150 സെക്കൻഡാണ് സമയം, അതായത് 2.5 മിനിറ്റാണ് ഇവർക്ക് സമയം കൊടുക്കുന്നത്. അപ്പോൾ ഈ ടാസ്ക് ജാക്കലിൻ ചെയ്യുമെന്ന് പറയുന്നു. ഓക്കെ, ജാക്കലിനെ ചോദിക്കുമ്പോൾ തന്നെ ജാക്കലിൻ സമ്മതിക്കുന്നു. അപ്പോഴത്തേക്കും റയാൻ പറഞ്ഞു, എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണല്ലോ ഇവിടെ പലരും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കറിയാം, ഇത്ര എനിക്ക് എത്താൻ അറിയാമെങ്കിൽ എനിക്ക് ബാക്കി ഭാഷയോടെ കളിക്കാനും എനിക്ക് അറിയാമെന്ന് പറയുന്നു. ജാക്കലിൻ ടാസ്ക് തുടങ്ങുന്നു. ഈ സാധനങ്ങൾ പറക്കി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ടാസ്കിൻ്റെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 50 ബോൾസ് എന്തുണ്ട് ഈ ഒരു ബേസിനിലുണ്ട്, തൊട്ടപ്പുറത്തിരിക്കുന്ന ഇതിനകത്ത് 50 ബോൾസ് ഉണ്ട്. ഇത് റെഡും ഇത് ഗ്രീനും ആണെന്ന് വിചാരിക്കുക, ഒരേ സമയത്താണ് ഇടാനുള്ളത്. അപ്പോൾ തുടക്കത്തിൽ നമുക്കിങ്ങനെ പറക്കി ഇടുമ്പോഴത്തേക്കും കളർ തമ്മിൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, ഇതുള്ള മൊത്തം ഇതിനകത്ത് തന്നെ, ഇതുള്ളത് മൊത്തം ഇതിനകത്ത് ഇടണം. പക്ഷേ ഇത് നമ്മൾ ഇട്ടിട്ട് പകുതി ആകുമ്പോഴത്തേക്കും ഇതിലെ 25 ബോൾ ഇതിലേക്കും ഇതിലെ 25 ബോൾ ഇതിലേക്കും വീഴുമ്പോഴത്തേക്കുള്ള പ്രശ്നം, ഒരു ബേസിനിൽ 25 റെഡും 25 ഗ്രീനും ആവും, അപ്പുറത്തെ ബേസിനിലും 25 റെഡും 25 ഗ്രീനും ആവും. അപ്പം നമുക്ക് ഗ്രീൻ അതിൽ നിന്ന് നമ്മൾ ഇതിലോട്ടാണ് മാറ്റാനുള്ളത്, ഇതിൽ നിന്ന് അതിലോട്ടാണ് മാറ്റാനുള്ളത്. ഇപ്പം നമ്മൾ ഗ്രീൻ ഇപ്പോൾ ഇതിൽ നിന്ന് അതിലോട്ടാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചോ, 25 അവിടെ വീഴുമ്പോഴത്തേക്കും നമുക്ക് ഡൗട്ട് ആവും. ഇനി നമ്മൾ ഗ്രീൻ ആണോ ഇങ്ങോട്ട് ഇടാനുള്ളത്, അതോ റെഡ് ആണോ അങ്ങോട്ട് ഇടാനുള്ളത്, റെഡ് ആണോ ഇങ്ങോട്ട് ഇടാൻ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? പക്ഷേ ഈ സാധനം മുത്തു ആദ്യമേ പറയുന്നു, ഇങ്ങനൊരു സാധനം ഉണ്ട്, ഇതിപ്പോൾ പകുതിയാകുമ്പോൾ മാറുന്നത്. പക്ഷേ ശ്രദ്ധിക്കാതെ ജാക്കലിൻ എന്ത് ചെയ്യുന്നു, പകുതി വരെ കറക്റ്റാണ്, ഗ്രീൻ റെഡിലോട്ടും റെഡ് ഗ്രീനിലോട്ടും ഇടുന്നു. പകുതിയാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 25 ഇത് അവിടെ എത്തുമ്പോഴത്തേക്കും തല തിരിയുന്നു. ഗ്രീനാണ് അങ്ങോട്ട് ഇട്ടുകൊണ്ടിരുന്നത്, ഗ്രീൻ ഇവിടെ അല്ലായിരുന്നോ,
അവിടെ അല്ലായിരുന്നു. അപ്പോൾ അത് ഇങ്ങോട്ടല്ല, തിരിച്ച് വാരിപ്പറക്കി മൊത്തം ഇട്ട് ടാസ്ക് മൊത്തം കുളമാക്കി പോയിന്റ് എല്ലാം പോകുന്നു. അപ്പോഴത്തേക്കും ബിഗ് ബോസിന്റെ കോമഡിയൊക്കെ ഉണ്ട്. -1 ആയി എന്ന് പറയുമ്പോൾ -1 എന്തോന്ന് ബിഗ് ബോസേ -1 എന്നൊന്നും പറഞ്ഞില്ല എന്ന് അരുൺ ചോദിക്കുകയാണ്. അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അതിനുശേഷം മുത്തു മൈക്ക് നേരെ ശരിയായിട്ട് ധരിക്കുന്നില്ല. അപ്പോൾ മുത്തു മൈക്ക് നേരെ ഇട് എന്ന് പറയുമ്പോഴത്തേക്കും മുത്തുവിൻ്റെ അടുത്ത് അരുൺ നിൽക്കുന്നുണ്ട്, റാണവൻ നിൽക്കുന്നുണ്ട്, സൗന്ദര്യം നിൽക്കുന്നുണ്ട്. അരുണും മുത്തും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും റാണവ് എന്തോ ഒരു കമന്റ് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, മുത്തു അങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞ് ചിരിക്കുന്നുമുണ്ട്. അപ്പോഴാണ് മുത്തു മൈക്ക് സെറിയ മാട്ടുങ്ക എന്ന് ബിഗ് ബോസ് വിളിച്ച് പറയുന്നത്. അപ്പോഴത്തേക്കും മൈക്ക് നേരെ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, തൊട്ടടുത്തുള്ള ആർക്കെങ്കിലും ശിക്ഷ കൊടുക്കണം. അപ്പോഴത്തേക്കും അരുൺ പറയാണ്, റാണവാണ് അവസാനമായിട്ട് വേണ്ടി സംസാരിച്ചുകൊണ്ട് നിന്നത്, മുത്തുവിൻ്റെ. അപ്പോൾ അരുൺ റാണവിനാണ് ശിക്ഷ കൊടുക്കുക, എനിക്കല്ല ശിക്ഷ തരാനുള്ളതെന്ന് സൗന്ദര്യം എടുത്ത് പറയുന്നു. സൗന്ദര്യമാണ് ഹൗസ് ഇൻചാർജ്. ഓക്കെ, ഇൻചാർജ് സൗന്ദര്യമാണ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ റാണ പറഞ്ഞത് ഞാനൊന്നുമല്ല സംസാരിച്ചത്, നിങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അരുണാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ലാസ്റ്റ് റാണ ഒരു കമന്റ് പറഞ്ഞപ്പോൾ അതിന് മുത്തു ചിരിച്ചു. അപ്പൊ ലാസ്റ്റ് ടൈം മുത്തു ഒരു റിയാക്ഷൻ കൊടുത്തത് റാണവിനാണ്. അപ്പോഴാണ് ഈ സാധനം അടിച്ചത്. അപ്പൊ ആരാണ് പറഞ്ഞത്, സൗന്ദര്യ ശിക്ഷ റാണവിന് കൊടുക്കുക, അവനാണ് സംസാരിച്ചത്. റാണ പറഞ്ഞു, എന്നെ നിങ്ങൾ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടി എന്തോന്നടാ ടാർഗറ്റ് എന്ന് പറയുന്ന വേർഡ് എന്തെങ്കിലും നിനക്കറിയാം, എന്ത് കാര്യത്തിനും ടാർഗറ്റ് ചെയ്യുന്നു. റാണവിന്റെ കയ്യിൽ ഇപ്പോൾ മറ്റു സാധനങ്ങളൊന്നും ഇല്ല കേട്ടാ. അപ്പൊ സൗന്ദര്യം പറയാണ്, നിനക്ക് തന്നിട്ടുള്ള ശിക്ഷ ഓരോരുത്തരടുത്തും അല്ല ഇങ്ങനെ എന്ത് ചെയ്യണം, ഇങ്ങനെ കാണിച്ച് ഓരോരുത്തർക്കും മൈക്ക് സെറിയ മാട്ടുക എന്ന് പറയണമെന്ന് പറയാണ്. അപ്പോൾ റാണവ് ഒരു തവണ അത് ഒരു വിധത്തിൽ ചെയ്യുന്നു. അപ്പോൾ മുത്തു പറയാണ്, എല്ലാവരുടെ പോയി ചെയ്യ്. അപ്പോൾ റാണ പറഞ്ഞു, അയ്യോ എനിക്ക് നല്ല കൈവേദന ഉണ്ട് സൗന്ദര്യ. അപ്പോൾ സൗന്ദര്യ പറയോ, ഇത്രയും നേരം കാണിച്ചപ്പോൾ നിനക്ക് നിന്റെ ഒരു കയ്യിലൊരു പ്രശ്നമില്ലായിരുന്നല്ലടാ, കാണിക്കടാ. മുത്തു പറയാണ് അപ്പോൾ എനിക്ക് വയ്യ സൗന്ദര്യം, ഹൗസ് ഇൻചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണം എന്നിങ്ങനെ മുത്തു ജസ്റ്റ് ഒന്ന് ഇതിൽ പറയാണ്. അപ്പോഴത്തേക്കും റാണവിന് പൊട്ടുന്നു, നീ ഇതിനിടയിൽ കയറണം മുത്തു, ഇത് എൻ്റെ അടുത്ത് ഹൗസ് ഇൻചാർജ് പറഞ്ഞ കാര്യമാണ്, നമുക്കറിയാനെ കുറിച്ച് സംസാരിക്കാൻ, എന്ത് എനിക്ക് പറഞ്ഞൂടെ, എന്താ ഞാനിവിടെ പറഞ്ഞപ്പോൾ എന്താ കുഴപ്പം, എനിക്കെന്താ പ്രശ്നം, ഞാൻ എന്താ പറഞ്ഞ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് മുത്തു അങ്ങോട്ട് കയറി ഇടപെടുന്നു. ഞാൻ ഇവിടുത്തെ ഹൗസ് മേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് മുത്തു പറയുമ്പോൾ റാണവ മുത്തും കൂടെ നല്ല വഴക്കാവുന്നു. അവസാനം റാണവ് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ സൗന്ദര്യം എന്ത് ഈഗോയാണ് ഈ റാണവൻ നീ കാണിക്കുന്നത്. അപ്പോൾ റാണ പറഞ്ഞു, നീ മുത്തു പറയുന്ന കാര്യമാണ് അവിടെ കേട്ടോണ്ടിരിക്കുന്നത്, മുത്തു പറഞ്ഞിട്ടല്ലേ നീ ഇതെന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ റാണ പറയണം, അവൻ പറയണേന്ന് നീ കേട്ടോണ്ടിരിക്കുന്നു. മുത്തു ഇടേ നീ നിനക്ക് എന്തെങ്കിലും പറയണേ, നീ ഇവിടെ നിന്ന് സംസാരിക്കും, നീ ഇവിടെ എന്താ പറഞ്ഞിട്ട് ഇവിടെ കമന്റ് പറഞ്ഞിട്ട് ഓടുന്നു, ഇവിടെ നിൽക്കേ. അപ്പം മുത്തുവിൻ്റെ അടുത്ത് വീണ്ടും റാണവ സൗന്ദര്യയുടെ സംസാരിക്കാൻ ഇറങ്ങിയോ. മുത്തു പറയണേ, റാണവ ഇങ്ങോട്ട് നോക്ക് പറയട്ടെ. അപ്പോൾ റാണവ മുത്തു ഇവിടെ നിൽക്കുകയാണേ, സൗന്ദര്യം പറ, ഞാൻ നിന്റെ അടുത്താണ് സംസാരം. മുത്തുടെ റാണവ ഇങ്ങോട്ട് നോക്ക്. മുത്തുവിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ അത് ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആണ്. അപ്പോഴത്തേക്കും മുത്തു പറയാണ്, ഇത് എന്ത് ഡിസ്റെസ്പെക്റ്റ് ആണ് ഇവൻ ചെയ്യുന്ന, നോക്ക് എന്താണ് അവൻ കാണിക്കുന്നത്, ഇത് ശരിയാണോ അവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, മുത്തു നേരെ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ സൗന്ദര്യം പറയണേ, ഞാൻ സൗന്ദര്യം അത്രയും നേരം ദേഷ്യപ്പെടുന്നില്ല. എന്നിട്ട് റാണവിനില്ല, അവൻ പറഞ്ഞ കാര്യങ്ങളല്ല അവിടെ കേൾക്കുന്നത്. റാണവ് പൊതുവായ കാര്യമാണ് പറഞ്ഞത്, നീ എന്തിനാണ് ഇപ്പം ചിരിക്കുന്നത്, എന്താണ് ഞാൻ ഇവിടെ കോമഡി പറയുന്ന പോലെ നിനക്ക് തോന്നിയോ, ഈ മൈക്ക് ടാസ്ക് പോലും ചെയ്യാൻ വേണ്ടി നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നീ നിന്റെ കൂടെയുള്ള ജീവിതം വളരെ കഷ്ടമായിരിക്കും റാണവേ എന്നൊക്കെ പറഞ്ഞിട്ട് സൗന്ദര്യം പോകുന്നു. മുത്തുവും റാണവും കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുകയാണ്. മുത്തു വന്നിട്ട് ഒരു മാസ് ഡയലോഗ് അടിക്കുകയാണ്, ഞാൻ നേരത്തെ നിന്നെ സംസാരിക്കാൻ തന്നപ്പോൾ നീ എനിക്ക് മുഖം തന്നില്ല, നിനക്ക് സംസാരിക്കേണ്ടത് സൗന്ദര്യം അടുത്താണ്, എൻ്റെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞ് നീ മാറുന്നു. അതുകൊണ്ട് റാണവ ഈ നിമിഷം ഞാൻ നിന്റെ പറയുന്നു, ഇനി ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കുകയില്ല, നീ എന്നോട് സംസാരിക്കുകയും ചെയ്യരുത്, നമ്മൾ തമ്മിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം വേണ്ട, ഓക്കെ മുത്തു എന്ന് പറഞ്ഞുകൊണ്ട് റാണവ പോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് റാണവ മുത്തുവിൻ്റെ നേരിടെ സംസാരിക്കണം, എനിക്ക് നിന്നെ സംസാരിക്കണം, നിന്റെ അടുത്ത് ചില തെറ്റുകൾ കാണിച്ചു എന്ന് പറഞ്ഞാൽ നീ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോഴത്തേക്ക് മുത്തു പറയണേ, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഇപ്പോൾ, നീ നിന്റെ കാര്യം നോക്കിപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. മുത്തു പറയണേ, എനിക്ക് നിന്നെ ആ സമയത്ത് കണ്ടപ്പോഴത്തേക്കും അണ്ണത്തിക്കലായിട്ട് തോന്നി, ഞാൻ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഫീൽ ആവും, സോറി, തീർന്നല്ലോ, തീർന്നു എന്ന് പറഞ്ഞാൽ ഒരുവിധം റാണവിനെ പറഞ്ഞു വിടുന്നു. അടുത്ത ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 10 വരുന്നു. പോയിന്റ്സ് ഒന്നും ഇല്ലാത്ത പവിത്രയ്ക്കും വിശാലിനും ജാക്കലിനും അരുണിനും ഈ ടാസ്ക് കളിക്കാൻ പറ്റത്തില്ല. ബാക്കി 6 പേർക്ക് മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ. നല്ല നേരം അതാണ് ടാസ്കിന്റെ പേര്, വേറെ ഒന്നുമല്ല. ഗാർഡൻ ഏരിയയിൽ ഒരു ക്ലോക്ക് ഉണ്ടാവും. ആ ക്ലോക്കിൽ നമ്മൾ നടുക്ക് നിൽക്കണം. നമ്മൾ നടുക്ക് നിന്നിട്ട് അതിനകത്ത് ഈ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഉണ്ടല്ലോ, 1 2 3 4 to 12 വരെ. അപ്പം ഓരോ അവറിൻ്റെ അവിടെയും ഓരോ ഹോൾ ഉണ്ടാവും. ഈ ഹോളിലേക്ക് നമ്മുടെ കയ്യിൽ 12 ബോൾസ് തരും. 12 ബോൾസ് വെച്ചിട്ടുണ്ടാവും. ഓരോ ബോൾസും എടുത്ത് നമ്മൾ ഈ നിൽക്കുന്ന ക്ലോക്കിൻ്റെ നടുക്ക് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അനക്കിക്കൊണ്ട്, ഒരു മൂവിങ് പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെ നീങ്ങുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ കാലുകൊണ്ട് മാത്രം ഇങ്ങനെ ഇങ്ങനെ നിന്ന് നമ്മളുടെ പൊസിഷൻ ഇങ്ങനെ അനക്കിക്കൊണ്ട് ആ 12 ഹോൾസിനകത്തും ബസർ ടു ബസറിൽ നമ്മളത് വീഴ്ത്തണം. അപ്പോൾ ഇതിൻ്റെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 6 5 4 3 2 1 ആണ്. അറ്റ് എ ടൈം 2 പേർക്ക് കളിക്കാം. റാണവും ദീപക്കും കളിക്കണം, മുത്തുവും മഞ്ജരിയും കളിക്കണം, സൗന്ദര്യം റയാനുമാണ് കളിക്കേണ്ടത്. ഏറ്റവും കുറച്ച് സമയം എടുത്തുകൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും പോയിന്റ് 6 കിട്ടുന്നത്. അങ്ങനെയാണ്. പക്ഷെ അത് ബിഗ് ബോസ് പറയുന്നില്ല, ആ സാധനമാണ് അങ്ങനെയാണ് പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ സൂപ്പർ ടാസ്ക്കാണ്, ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പറ്റുന്ന ടാസ്ക്കാണ്. ദീപക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്.
റാണവിന് 11 മാത്രമേ ഇടാൻ പറ്റുന്നുള്ളൂ, ഒരു ബോൾ ഇടാൻ പറ്റുന്നില്ല. ഭയങ്കര പാടുള്ള ഒരു ടാസ്ക് ആണ് കേട്ടോ. കോൺസെൻട്രേഷൻ വേണം, നമ്മളൊന്ന് കുലുങ്ങിക്കഴിഞ്ഞാൽ എല്ലാം മൂട്ടി വീഴും. അടുത്ത് മഞ്ചരിക്കും 11 ഇടാൻ പറ്റുന്നുള്ളൂ, മുത്ത് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നു, സൗന്ദര്യ 10 കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ, റയാൻ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം റയാൻ അരുണിനെ സംസാരിക്കുകയാണ്. അവർ മഞ്ചരി അതുപോലെ തന്നെ ജാക്കലിൻ, മുത്തു ഇവർ അറിഞ്ഞുകൊണ്ടാണ് എന്നെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് അപ്പോൾ പറയാണ് ടിക്കറ്റ് ഫിനാലയുടെ എല്ലാ ടാസ്കും കഴിഞ്ഞു, പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച റിസൾട്ട് പറയാം എന്നൊരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പോവാണ്. എന്നിട്ട് വീട്ടിൽ മൊത്തം ചർച്ചയാണ്. ട്വിസ്റ്റ് എന്തായിരിക്കും, ആർക്കായിരിക്കും പോയിന്റ് കൂടുതൽ കിട്ടുന്നത്, 6 പോയിന്റ് മുത്തുവിന് വന്നാൽ മുത്തു കയറുമോ, അതോ 5 പോയിന്റ് റയാൻ വന്നാൽ റയാൻ മുന്നിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചർച്ചകളാണ്. മഞ്ചരി പറയാണ് താൽക്കാലികമായി നിർത്തിവെച്ചെന്നല്ലേ പറഞ്ഞൊരു ടാസ്ക്, ആ ടാസ്കിൽ എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജാക്കലിൻ പറയാണ്, അപ്പോൾ അരുൺ പറയണേ ട്വിസ്റ്റ് ഒന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാക്കലിൻ മഞ്ചരി അടുത്ത് പറയണേ എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ശരിയാവുന്ന കാര്യമല്ല മഞ്ചരി. ഞാൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് വേണ്ടി കൂടെ നിൽക്കുകയാണെന്ന് പറയും. ഇതെന്താണ് കഷ്ടം, ഏറ്റവും കൂടുതൽ ടേബിൾ പോയിന്റ്സ് ഉള്ളത് റയാനാണ്, അതുകൊണ്ടാണ് അവനെ നമ്മൾ തോൽപ്പിക്കാൻ നോക്കുന്നത്, അതിന് വേറൊരു അർത്ഥവും ഇല്ല, അതാണ് ഞാൻ മാറി നിന്ന് കളിക്കുന്നത്. ഇതേ സമയം റാണവിനെ കുറിച്ച് ആ വീട്ടിനകത്ത് ഒരു പഞ്ചായത്ത് തന്നെ സംസാരിക്കുകയാണ്. സൗന്ദര്യ, റയാൻ, മഞ്ചരി, പവിത്ര, ജാക്കലിൻ കൂടിയിരുന്നാണ് സംസാരിക്കുന്നത്. ജാക്കലിനും പവിത്ര മാത്രം ഒന്നും മിണ്ടുന്നില്ല. സൗന്ദര്യം, റയാനും, മഞ്ചരി നല്ല രീതിക്ക് ഇരുന്ന് റാണവിനെ കുറിച്ച് പറയുകയാണ്. എന്താണ് റാണവ്, ദേഷ്യം കാണിക്കുന്ന റാണവാണോ, ഫൺ കാണിക്കുന്ന റാണവാണോ, കോപം കാണിക്കുന്ന റാണവാണോ എന്നൊക്കെ എല്ലാം ഇവർ 3 പേരോട് ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവന് ഒരു നിലപാടില്ല, ഇവൻ കാണിക്കുന്ന ഒരു വേലത്തരവില്ല. അപ്പോൾ സൗന്ദര്യം പറയണം എൻ്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെട്ടതും പവിത്ര അടുത്ത് വന്ന് കൊഞ്ചുന്നതും ഒക്കെ റാണവാണ്. അപ്പം വിശാല പറയാണ് അപ്പോഴത്തേക്കും എന്താ പറയുക, നമ്മുടെ റയാൻ പറയാണ് ഇവിടെ നിന്ന് ഫൺ പറയുന്നു അതും റാണവാണ്, ഏതാണ് ഇതിനകത്ത് റാണവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കൂട്ടത്തിരുന്ന് സൗന്ദര്യം ഉൾപ്പെടെ എന്ന് ഞാൻ പറയാൻ കാരണം ഒരു റീസൺ ഉണ്ട്. സൗന്ദര്യം ഉൾപ്പെടെ ഇരുന്ന് റാണവിനെ പറ്റി കുറ്റം പറയുന്നു. കുറച്ച് കഴിയുന്നു ഈ സൗന്ദര്യം നേരെ വന്ന് ലൈറ്റ്സ് ഒക്കെ ഓഫ് ആയതിനു ശേഷം വിശാലും ഉണ്ട് റാണവും ഉണ്ട് അവിടെ വന്നിരുന്നിട്ട് അത് റയാൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാവോ, വിശാലിൻ്റെ റാണവിൻ്റെ അടുത്ത് ഇങ്ങനെയാണ് റയാൻ കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ സൗന്ദര്യം നേരത്തെ പറഞ്ഞൊക്കെ നല്ല കാര്യവും സൗന്ദര്യം നേരത്തെ പറഞ്ഞ കുറ്റങ്ങളെല്ലാം കളഞ്ഞിട്ട് റയാൻ പറഞ്ഞ കാര്യം മാത്രം വന്ന് ഇപ്പുറത്തെ വശത്ത് സൗന്ദര്യം ഓതി കൊടുത്തു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇത്രയാണ് ഇന്ന് നടന്നിട്ടുള്ള സംഭവം. ഇനി നമുക്ക് നാളെ അറിയാം, വീക്കെൻഡാണ്. അപ്പം ഞാൻ നാളെ കല്യാണ പാർട്ടിയുടെ ഇടയിലാവുമ്പോഴായിരിക്കും എവിക്ഷൻ അപ്ഡേറ്റ് അറിയുന്നത്. തീർച്ചയായിട്ടും ഞാൻ എങ്ങനെയെങ്കിലും എവിക്ഷൻ അപ്ഡേറ്റിൻ്റെ വീഡിയോ ഇടാൻ നോക്കുന്നതായിരിക്കും. അപ്പം എവിക്ഷൻ കഴിയാൻ ഡബിൾ എവിക്ഷൻ തന്നെ ആയിരിക്കും കേട്ടോ, ഡബിൾ എവിക്ഷൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. നാളത്തെ റിവ്യൂ ആയിട്ട് ഞാൻ പറ്റുമെങ്കിൽ മാക്സിമം വരാൻ നോക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.